ബംഗളൂരു നഗരത്തിലെ തിരക്കിനും ബഹളങ്ങൾക്കും നടുവിൽ ശാന്തവും മനോഹരവുമായ ഒരു ബുദ്ധവിഹാരമുള്ളത് നിങ്ങൾക്കറിയാമോ? ഈ നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ കുറച്ചു സമയം സമാധാനമായി ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനും ഒന്ന് റിലാക്സ് ആവാനും എൻട്രി ഫീ ഒന്നുമില്ലാതെ നമുക്ക് പോകാൻ പറ്റിയ ഒരിടമാണ് ഗാന്ധിനഗറിലുള്ള മഹാബോധി സൊസൈറ്റി. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. തൊട്ടു മുമ്പിൽ തന്നെയുള്ള റൈറ്റ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗിൽ വണ്ടി വെച്ച ശേഷം ഇവിടത്തേക്ക് നിങ്ങൾക്ക് നടന്നു പോകാവുന്നതാണ്. നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ മെജസ്റ്റിക് ആണ്. മംഗളൂരിലുള്ള മഹാബോധി സൊസൈറ്റി സ്ഥാപിച്ചത് ആചാര്യ ബുദ്ധരക്ഷിതയാണ്. മണിപ്പൂരിൽ ജനിച്ച അദ്ദേഹം ഒരു ബുദ്ധമത സന്യാസിയും എഞ്ചിനീയറും മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയുമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ദുരിതങ്ങൾ കണ്ട ശേഷമാണ് അദ്ദേഹം സന്യാസ വഴി തിരഞ്ഞെടുത്തത്. 1956 മഹാബോധി സൊസൈറ്റി ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടത്. ബുദ്ധ കേന്ദ്രം നിർമ്മിക്കാനായി മൈസൂർ മഹാരാജാവാണ് ഈ സ്ഥലം നൽകിയത്. ശ്രീബുദ്ധന്റെ കാരുണ്യവും ജ്ഞാനവും നിറഞ്ഞ ഉപദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും മനുഷ്യ സേവനത്തിനും വേണ്ടിയാണ് ഈ സൊസൈറ്റി രൂപവൽക്കരിച്ചത്. ജനങ്ങൾക്ക് സൗജന്യമായി മെഡിറ്റേഷൻ പഠിപ്പിക്കുവാനും മനസ്സിന് സമാധാനം നൽകാനും അശരണരെയും രോഗികളെയും സഹായിക്കുക, ബുദ്ധമത തത്വങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുക ഇവയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇവിടുത്തെ പ്രധാന ആകർഷണം മനോഹരമായ ബുദ്ധ വിഗ്രഹവും വലിയ സ്തൂപവുമാണ്. ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച ബോധ്ഗയയിലെ യഥാർത്ഥ ബോധി വൃക്ഷത്തിന്റെ ഒരു തൈ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ കുട്ടികൾ മഹാബോധി മൊണാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാണ്. മണിപ്പൂർ, ത്രിപുര, അരുണാചൽ, ലഡാക്ക് തുടങ്ങിയ മേഖലകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ താമസവും ആഹാരവും ആധുനിക വിദ്യാഭ്യാസവും ഒപ്പം ബുദ്ധമത പഠനവും നൽകി പരിശീലിപ്പിക്കുന്നു. ബോധി സൊസൈറ്റി കോംപ്ലക്സിനുള്ളിൽ ബുദ്ധമത ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് സെന്ററും ചെറിയ മ്യൂസിയവും സജ്ജീകരിച്ചിട്ടുണ്ട്. ബുദ്ധമതത്തിന്റെ ഉത്ഭവം, ചരിത്രം, വ്യത്യസ്ത ഏഷ്യൻ രാജ്യങ്ങളിലെ ബുദ്ധമത സംസ്കാരങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന അപൂർവ ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഗ്രന്ഥങ്ങൾ എന്നിവയും നിങ്ങൾക്ക് ഇവിടെ കാണാം. സമാധാനമായി കുറച്ച് സമയം ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും പോയി കണ്ടുവരാൻ സാധിക്കുന്ന ഒരിടമാണിത്. അവിടെ ഉള്ളവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഒരു മൊണാസ്ട്രി അറ്റ്മോസ്ഫിയറിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഇവിടേക്ക് പോവുക.